വെൽക്കം ബാക്ക് ടു DinceTalks. നിങ്ങളുടെ ഫോണുകൾ സ്ലോ ആകാറുണ്ടോ? അല്ലെങ്കിൽ ഹാങ് ആണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ നല്ല ഡിലേ വരുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഗൈസ്, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസൊക്കെ എന്തുകൊണ്ട് സ്ലോ ആകുന്നു, ഹാങ് ആകുന്നു, അല്ലെങ്കിൽ ഓപ്പൺ ആകുന്നില്ല എന്നതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിരിക്കുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ഹോം പേജിലുള്ള സെറ്റിങ്സിൽ പോവുക, ടോപ്പ് റൈറ്റ് കോർണർ. അതിനുശേഷം ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. സോ സെക്കൻഡ് ഓപ്ഷനായിട്ട് അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന് കാണാം. ഇവിടെ 100 അപ്ഡേറ്റ്സ് പെൻഡിങ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഒരുപാട് ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ്സ് ചെയ്തിട്ടില്ല. സോ ആ അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. സോ ഇങ്ങനെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫോൺ. സോ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ അപ്ഡേറ്റ് ഓൾ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ വൈഫൈ ഒക്കെ ആയിട്ട് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും, നല്ല ഡിലേ വരും. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള വാട്സാപ്പ്, അതുപോലെ ബാങ്കിങ് ആപ്സ്, ഗൂഗിൾ പേ അങ്ങനെയുള്ള മെയിൻ ആപ്ലിക്കേഷൻസൊക്കെ ഇൻഡിവിജ്വലായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ. സോ ഓരോ ആപ്സും അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ അപ്ഡേറ്റ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻസൊക്കെ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതായിരിക്കും, ഡിലേ വരില്ല. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് കമ്പനി ഇറക്കിയിരിക്കുന്നത് തന്നെ ഒരു സെക്യൂരിറ്റി ആവശ്യത്തിനാണ്. സോ ഈ അപ്ഡേറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് ഒരുപാട് ലേറ്റസ്റ്റ് അഡീഷണൽ ഫീച്ചേഴ്സ് ലഭിക്കും. രണ്ടാമത്തേത്, നമ്മുടെ സോഷ്യൽ മെസ്സേജിങ് ആപ്സ് അല്ലെങ്കിൽ ബാങ്കിങ് ആപ്സിൻ്റെയൊക്കെ ഹാക്കിങ്, അതുപോലെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഡീലിങ്സ് എല്ലാം ഒഴിവാക്കി കിട്ടും. ഇറ്റ് വിൽ ബി വെരി സേഫ് ടു യൂസ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലെയുള്ള കിടിലൻ കണ്ടൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.